إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവ്വലോക സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. ഇസ്ലാം എന്ന അല്ലാഹുവിന്റെ മതത്തെ പൂർണ്ണമായും ഇഷ്ടപ്പെട്ടും തൃപ്തിപ്പെട്ടും ജീവിക്കാൻ സന്നദ്ധരായവരാണ്. നാം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മതത്തിൽ നമുക്കെന്തെങ്കിലും ഒരു പോരായ്മയോ കുറവോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ആശയങ്ങളോ ഒന്നും നമ്മളതിൽ കാണുന്നില്ല. എന്നാൽ മതം സ്വാതന്ത്ര്യ നിഷേധമാണ് എന്ന ഇസ്ലാം മനുഷ്യനെ അടിച്ചമർത്തുകയാണ്, അവന്റെ അവകാശങ്ങളെ ലംഘിക്കുകയാണ്, അവന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുകയാണ് എന്നൊക്കെയുള്ള നിലയ്ക്ക് ഇസ്ലാമിനെതിരെ നിരന്തരം ബോധപൂർവം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഇസ്ലാം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റൊന്ന് മതത്തെപ്പറ്റി ഗ്രാഹ്യതയില്ലാത്തവർ, അല്ലെങ്കിൽ കാപട്യത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് മതത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ചില ആളുകൾ. പ്രവാചകൻ മദീനയിലേക്ക് എത്തിയപ്പോ പ്രവാചകന്റെ പിന്നിൽ 5 നേരവും കൈകെട്ടി നമസ്കരിക്കാൻ, ഞങ്ങളാണ് ദീനിന്റെ യഥാർത്ഥ കാവലാളുകൾ എന്ന് പറഞ്ഞുകൊണ്ടും അവരുടെ സംസാരവും ഭാവവും കേട്ടാൽ അവരെക്കാൾ തഖ്വയുള്ളവരല്ല ഇല്ല എന്ന് തോന്നിപ്പിക്കുമാറ് ഉള്ള ഭാവങ്ങളും ഉണ്ടായിരുന്ന കപടവിശ്വാസികൾ പ്രവാചകന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അവരെപ്പറ്റി ഖുർആൻ പറഞ്ഞ ഇതാണ്: വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ.
വഇദാ ലഖുല്ലദീന ആമനൂ, സഹാബത്തിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോ അവർ പറയും ഞങ്ങൾ തികഞ്ഞ വിശ്വാസികളാണ്. വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം, അവിശ്വാസികളായ ജൂതന്മാരായ ആളുകളിലേക്ക് ചെല്ലുമ്പോ അവർ പറയുകയാണ് ഞങ്ങൾ അവരുടെ കൂടെ വെറുതെ കൂടിയതാണ്, ഞങ്ങൾ ദീനെ പരിഹസിക്കുന്നവർ തന്നെയാണ്, നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞ് രണ്ട് കാലിൽ അല്ലെങ്കിൽ രണ്ട് കാലിൽ തോണിയിൽ രണ്ട് കാല് വെക്കാൻ നമ്മൾ പറയാൻ എന്ന പോലെയുള്ള നിലപാട് സ്വീകരിക്കുന്ന കപട മുഖമണിഞ്ഞ ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും നമ്മുടെ ദീനിന് കൂടുതൽ പരിക്കേൽപ്പിക്കുന്നത്. ശത്രുക്കൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു വിലയെ കൊടുക്കുള്ളൂ. പക്ഷെ ദീനിന്റെ ഉള്ളിൽ നിന്നിട്ട് ദീനിൽ വെള്ളം ചേർക്കാനും അത് മലിനമാക്കാനും ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ മതത്തിനുണ്ടാക്കുന്ന പരിക്ക് വലുതായിരിക്കും. അപ്പൊ ഈ ആളുകളൊക്കെ പറയുന്നത് മതത്തിൽ മനുഷ്യന് വലിയൊരു സ്വാതന്ത്ര്യമില്ല, തിന്നുന്നിടത്തും കുടിക്കുന്നിടത്തും പോകുന്നിടത്തും അണിയുന്നിടത്തും എല്ലാം വിലക്കുകളാണ് എന്നതാണ്. ഒരുപക്ഷെ ഇസ്ലാം ആചരിച്ചനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകളെക്കാളേറെ ആവലാതികളും ആശങ്കകളും അതുപോലെ തന്നെ അസ്വസ്ഥതകളുമൊക്കെ പ്രകടിപ്പിക്കുന്നത് ഒന്നുകിൽ മതത്തിന്റെ പേരിൽ കപടമുഖം അണിഞ്ഞ ഈ ആളുകൾ, അല്ലെങ്കിൽ മതത്തിന്റെ ശത്രുക്കൾ, ഇങ്ങനെയുള്ള ആളുകളാണ്. നമുക്കറിയാം, എവിടെയും ഏത് കാര്യത്തിലാണെങ്കിലും ഒരു മനുഷ്യന് സർവ്വസ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ലോകത്ത് എവിടെയാണ്, ഏത് രാജ്യത്താണ് മനുഷ്യന് സർവ്വസ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്? ഏത് സ്ഥാപനത്തിലാണ് മനുഷ്യന് സർവ്വസ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്? എവിടെയും നമുക്കത് കാണാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തൊക്കെ വാഹനം ഓടിക്കാൻ ലൈസൻസ് വെച്ചിരിക്കുന്ന എന്തിനാ? ഡ്രൈവിംഗ് പഠിച്ചവർക്കൊക്കെ വണ്ടി ഓടിച്ചുകൂടെ? അപ്പൊ അവിടെ ചില വിലക്കുകളുണ്ട്. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എടുക്കൂല. ആ വിലക്ക് നമ്മൾ പാലിക്കും. ആ വിലക്ക് പാലിച്ചാലേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ളതറിയാം. അപ്പം വിലക്കുകൾ സത്യത്തിൽ എന്തിനാണ്? അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അത് നമ്മുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയാണ്. എന്നാൽ മതത്തെ മനസ്സറിഞ്ഞേറ്റെടുത്തവർക്കും മതത്തിന് സ്വന്തം നിലയ്ക്ക് വിധേയമായവർക്കും അതനുസരിച്ച് ജീവിക്കുന്നത് ആനന്ദമാണ്, അതൊരിക്കലും ഭാരമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്ന നേരം എന്ന് പറയുന്നത് ഖുർറത്തു ഐനി ഫിസ്വലാ, എന്റെ കണ്ണും മനസ്സും കുളിർക്കുന്നത് ഞാൻ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ്. കാരണം എന്റെ റബ്ബുമായുള്ള സംസാരമാണ്. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്റെ റബ്ബുമായിട്ടുള്ള മുലാഖാത്തിലാണ് ഞാനുള്ളത്. അതാണ് ഏറ്റവും സന്തോഷിക്കുന്ന എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കും അങ്ങനെ തന്നെയാണ്. നാം മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ, നാം ഏറ്റവും സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യവും അവരോടൊപ്പം ഇരുന്നുള്ള സംസാരവുമാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്ന ഏറ്റവും നല്ല വേള എന്ന് പറയുന്നത്. ഒരു വശത്ത് നമസ്കാരം ഖുർറത്തു ഐനാകുമ്പോ അതേ നമസ്കാരം നിർവഹിക്കുന്ന ചില ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തി. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിനോട് ഇസ്തിആനത്ത് ചെയ്യുക. തീർച്ചയായും ആ നമസ്കാരം മനസ്സിൽ ഭക്തിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരം തന്നെയാണ്. തൗബയിലെ 54-ാം വചനത്തിലൂടെ അല്ലാഹു കപടരായ ആളുകളുടെ നമസ്കാരത്തെ പരിചയപ്പെടുത്തുന്നു. വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാലാ. അവർ നിസ്കരിക്കാൻ വരും, പക്ഷേ മടിയാണ്, അലസതയാണ്. അങ്ങനെയാ നിസ്കരിക്കുക. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ.
അവർ കൊടുക്കും, ചെലവഴിക്കും, സക്കാത്തും സദഖകളും കൊടുക്കും. പക്ഷേ കൊടുക്കുമ്പോൾ മനസ്സിൽ ഒരു വെറുപ്പാണ്, പോകുന്നതിലുള്ള ഒരു പേടിയാണ്, ഭയമാണ്, അതിന്റെ ആകുലതകളാണ്. അപ്പൊ കൊടുക്കുമെങ്കിലും മനസ്സിലുള്ളത് എന്താണ്? ഒരു വെറുപ്പാണ്. ഓരോരുത്തരും വന്നിങ്ങനെ ചോദിക്കുന്നു, അതിനൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള ഒരു മൈൻഡിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിഫാഖിന്റെ ലക്ഷണമായി പറഞ്ഞതാണ്. അതേപോലെ നോക്കൂ സഹോദരങ്ങളെ, ഒരു സുബഹി ജമാഅത്ത് പോയാൽ മനസ്സിൽ അങ്ങേയറ്റം വിഷമിക്കുന്ന ആളുകളുണ്ട്, അല്ലെ? അത് ഈമാനുള്ളവരുടെ ലക്ഷണമാണ്. എന്നാൽ മറുഭാഗത്ത് ഒരു മനക്കുത്തുമില്ലാതെ സുബഹിയുടെ നേരത്ത് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഉറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉറക്കിൽ എഴുന്നേൽക്കുക എന്നുള്ളതൊരു ഭാരമാണ്, അല്ലെ? ഉറക്കിന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാണ്. പക്ഷേ നീ ഉറങ്ങുന്നതിനേക്കാൾ പള്ളിയിലെത്തുന്നതാണ് നിനക്ക് ഉത്തമമെന്നും, കാലില്ലാത്തവൻ പോലും സുബഹിയുടെ പതിലറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞ് പള്ളിയിലെത്തിയിരുന്നേനെ എന്നുമൊക്കെയുള്ള പ്രവാചക വചനങ്ങൾ ഒരു വിശ്വാസിക്ക് ആനന്ദമാണ്. അതവനെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിക്കുന്നു. ദാനധർമ്മങ്ങളിലും അങ്ങനെയാണ്. ഈമാനും ഇഖ്ലാസും ഉള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിനൊരു സുഖവും സന്തോഷവും കിട്ടുകയുള്ളൂ. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുമെങ്കിലും മനസ്സിൽ ഒരു തരം വെറുപ്പായിരിക്കും എന്നർത്ഥം. പ്രിയമുള്ളവരെ, ആരുടെയും സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയോ അതല്ലെങ്കിൽ വേലിക്കെട്ടിനുള്ളിൽ പിടിച്ചു നിർത്തുകയോ ചെയ്യുന്ന ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ പ്രകൃതിയും അറിഞ്ഞുകൊണ്ടാണ് പ്രകൃതിയുടെ മതമായ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി കാലാകാലങ്ങളിലായി പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. ധാർമ്മികവും അതേപോലെ തന്നെ പ്രായോഗികവുമായ മാർഗനിർദ്ദേശങ്ങളല്ലാതെ ഒന്നും നമുക്ക് നമ്മുടെ ദീനിൽ കാണുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യനോട് അവന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, സാധിക്കാത്ത ഒരു കാര്യം അല്ലാഹ് എവിടെയും നിർബന്ധിക്കുന്നില്ല. അത് വിശ്വാസ കാര്യങ്ങളിലായാലും ആരാധനകളിലായാലും പെരുമാറ്റങ്ങളിലായാലും സ്ത്രീ വിഷയങ്ങളിലായാലും എല്ലാം നമുക്കതിലാണ് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. നമസ്കരിക്കാൻ പറ്റാതെ ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവനോട് എന്താ ദീൻ പറഞ്ഞത്? നീ നിന്ന് നമസ്കരിക്കണമെന്നില്ല, ഇരുന്ന് നമസ്കരിച്ചാൽ മതി, ഇല്ലെങ്കിൽ കിടന്ന് നമസ്കരിച്ചാൽ മതി എന്ന്. വെള്ളമില്ലാതെ അംഗശുദ്ധീകരണം വരുത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നവനോട് നീ അതിനുവേണ്ടി തേടി അലയേണ്ടതില്ല, നീ തയമ്മും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. രോഗിയാണെങ്കിലും നീ നോമ്പെടുക്കണമെന്നല്ല, യാത്രികനാണെങ്കിലും നോമ്പെടുക്കണമെന്നല്ല. നീ യാത്രികനാണ് എങ്കിൽ നോമ്പെടുക്കാതിരിക്കലാണ് നിനക്ക് നല്ലത്. നിന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിപ്പിച്ച് നീ നോമ്പെടുക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നദ്ദീന യുസ്റുൻ ഫലൻ യുശാദ്ദ ബിഹി അഹദൻ. മതം എന്ന് പറയുന്നത് എളുപ്പമാണ്. ഒരാളും അതിൽ തീവ്രവാദം കൊണ്ടുവരരുത്, തീവ്ര നിലപാടുകളെ കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് മതത്തിന്റെ സാരാംശങ്ങളെ യഥാർത്ഥ നിലയിൽ അനുഷ്ഠിക്കുന്ന ആളുകളെ ഇന്ന് തീവ്രവാദികളാക്കാനും മതത്തിൽ വെള്ളം ചേർത്ത് മാനവ സൗഹാർദ്ദത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങളെയും ആരാധനാ രീതികളെയും കടമെടുത്ത് മതേതരത്തിന്റെ വലിയ മുഖം കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ മിതവാദികളായും മതമനുഷ്ഠിക്കുന്നവരെ തീവ്രവാദികളായും ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെയും ആക്ഷേപത്തെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം നമ്മുടെ ദീൻ അനുഷ്ഠിക്കുന്നിടത്ത് നമ്മുടെ നിലപാടും സമീപനവും എന്നു മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടും തൃപ്തിപ്പെട്ടും ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിക്കുന്നവർക്കല്ല ഇസ്ലാം ഒരു ബുദ്ധിമുട്ടാകാറുള്ളത്, അത് കാണുന്നവർക്കാണ്. ഒരു മുസ്ലിം പെണ്ണ്
പർദ്ദയിട്ട് സന്തോഷത്തോടുകൂടി അവൾ യാത്ര ചെയ്യുമ്പോൾ അവൾ അതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്, ആനന്ദം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ പർദ്ദയിട്ടൊരു പെണ്ണിനെ കാണുമ്പോൾ ആ പെണ്ണിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടല്ലോ, എന്തൊരു ഡ്രസ്സിംഗ് ആണത് എന്നിങ്ങനെ ചിന്തിക്കുന്നത് ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ പറയാറുണ്ട്, എപ്പോഴും ആളുകൾ കല്ലെടുത്തെറിയ നന്നായി പഴം കായ്ച്ചു നിൽക്കുന്ന ഒരു മരത്തിന്റെ നേരെയാണ്. കായ് ഫലമില്ലാത്ത ഒരു മരത്തെ ആരും നോക്കാറില്ല, ആരും അതിനെ കല്ലെറിയാറുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പഴങ്ങൾ കായ്ച്ച് തളിർത്ത് നിൽക്കുന്ന ഒരു നല്ല വൃക്ഷമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ കല്ലെറിയാൻ എളുപ്പമാണ്. അതിനെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആ കല്ലെറിയുന്നവർക്ക് കയ്യടി കിട്ടുകയും ചെയ്യും എന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ദീൻ അനുഷ്ഠിക്കുന്ന രംഗത്ത് വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരവും നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല വബി മുഹമ്മദിൻ നബിയ എന്നൊക്കെ. റദീതു ബില്ലാഹി റബ്ബൻ, എന്റെ റബ്ബ് എന്തെന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കും. ഖാല അസ്ലിം എന്ന് പറഞ്ഞപ്പോ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, എന്റെ റബ്ബെ നീ പറഞ്ഞതിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതുപോലെ റളീതു ബില്ലാഹി റബ്ബൻ, എന്റെ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും വിശ്വാസം കൊണ്ടും ജീവിതം കൊണ്ടും എന്റെ റബ്ബ് നീയാണ് എന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ദീൻ ഇസ്ലാമാണ് എന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, എന്റെ റസൂലുള്ള, എന്റെ റസൂൽ കൊണ്ടുവന്ന സുന്നത്ത് അതാണ് ഏറ്റവും മഹിതമായ മാതൃക എന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അപകർഷതാ ബോധമില്ലാതെ പറയാനും അതനുസരിച്ച് ജീവിക്കാനും തയ്യാറുള്ളവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകളാകാനാണ്. അങ്ങനെയുള്ള വിശ്വാസികളാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ആളുകളുടെ ആക്ഷേപങ്ങളെ, ആളുകളുടെ ആരോപണങ്ങളെ നമ്മൾ വിട്ടേക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ മഹിമയും മഹാത്മ്യവും ഉൾക്കൊണ്ട് ജീവിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഓരോ ദിനം കഴിയും തോറും അള്ളാഹുവിന്റെ ഈ ദീനിന്റെ തിളക്കവും മാറ്റും കൂടുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിശ്വാസികളായി, ഏറ്റവും നല്ല മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവേ വിശ്വാസികൾക്ക് മാതൃകയായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്ന ഖുർആനിന്റെ പ്രാർത്ഥനയനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വീഴ്ചകളെ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ അടുത്ത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സംഘത്തിൽ വലത് കൈയിൽ കർമ്മരേഖ ഏറ്റുവാങ്ങുന്നവരായി, മുഖം തിളങ്ങുന്നവരും വിളങ്ങുന്നവരുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒത്തുചേരാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സഹോദരൻ സുബൈറിന്റെ സഹോദരി സുഖമില്ലാതെ കഴിയുകയാണെന്ന് അറിയിച്ചിരുന്നു. ഒരു ഓപ്പറേഷന് വിധേയമാകേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ സഹോദരിക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ, ആഫിയത്തിനെ പ്രദാനം ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ ദഅവാ സംരംഭങ്ങളിൽ നമ്മളോടൊപ്പമുള്ള നമ്മുടെ കോയക്കയുടെ അമ്മാവൻ മുഹമ്മദ് കോയ, OT മുഹമ്മദ് കോയ എന്ന സഹോദരൻ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു. അള്ളാഹു ആ സഹോദരനും പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും സ്വർഗത്തിൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.